ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടീം ഹാപ്പിനെസ്. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ സുഹൃത്ത് ഞങ്ങളെ തിരുവനന്തപുരത്ത് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവനുമായിട്ട് നൈറ്റിൽ ഡിന്നറിന് വേണ്ടി ഞാനൊരു സുഹൃത്തുമായിട്ട് നേരെ പോയിട്ട് വാങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മളിത് കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, തിരുവനന്തപുരത്തേക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞൊരു എറണാകുളത്തേക്ക് പോകുന്നൊരു കുഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു കുഞ്ഞു വീഡിയോക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചാലും അപ്പുറം ആൾക്കാരൊന്നും ആ വീഡിയോ കണ്ടു. അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പോൾ ഞങ്ങളുടെ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ ഈ എടുക്കുന്ന ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ചെന്നൈ അനന്തപുരി എക്സ്പ്രസ്സിലാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ ചെന്നെന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളിവിടെ എത്തി കേട്ടോ. നല്ല തിരക്കുണ്ട്. ഭയങ്കര തിരക്കില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ അതേ പാളയം എത്തിയിരിക്കുകയാണ്. പാളയം ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് തന്നെയാണ്. 3 മതങ്ങളുടെയും ആരാധനാലയങ്ങൾ ഒരു 100 മീറ്ററിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്നിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് മറ്റേത് കാണാൻ പറ്റും, അത്രയ്ക്ക് അടുത്താണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഈ ഭാഗത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ നോക്കാം. ഇന്ന് എബിയാണൻ്റെ വക ചിലവാണ് കേട്ടോ എനിക്ക്. അങ്ങനെ നമ്മളിത് ഇപ്പോൾ പാളയത്തുള്ള സംസമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഈ പുള്ളിയുടെ ചിലവാണ് ഇന്ന് ഞങ്ങൾക്ക്. പുള്ളിക്ക് ജോലി കിട്ടിൻ്റെ ചിലവാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ആയിരിക്കും ഫുഡ്. ആ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരെല്ലാം വരുന്നത്. ഇനി നമ്മുടെ കൂട്ടുകാർ 2 പേരും കൂടെ വരാനുണ്ട്. അങ്ങനെ നടത്തിയാലും കുഴപ്പമൊന്നുമില്ല. മെയിൻ 2 ആൾക്കാരാണ് ഈ വരുന്നത്. മെയിൻ കളിച്ച് ഏറ്റവും ലേറ്റായി. ഇത് നമ്മുടെ ഗായകൻ. ഒരു ഹായ് കാണിക്കടാ. അപ്പൊ എല്ലാരും എത്തി. ഇനി ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ. എടാ ആ വർത്താനം കേട്ടാ, നീയൊക്കെ വന്നേനാണ്. എന്ത് വർത്താനാടാ അത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കയറട്ടെ. കയറിയിട്ട് ഇനി അവിടെ ഇരുന്നിട്ട് ബാക്കി പറയാം. വാക്കെന്തര ചെയ്യാൻ എന്തൊരു ഇങ്ങനെ നീക്കാൻ വെളുത്ത് നശിപ്പിച്ചു. ഇങ്ങനെ മതി, ഇങ്ങനെ മതി.
ഇത് കണക്ക് പണ്ട് പാലക്കാട് പോയ ഒരാൾ പറഞ്ഞായിരുന്നു. അത് നിങ്ങളുടെ ചങ്കല്ലേ? അതെനിക്കറിഞ്ഞൂടാ. ഞാൻ ഇവിടെ തന്നെ കാണും. നിങ്ങളുടെ ചങ്കല്ലേ പാലക്കാട് പോയത്? കളിക്കൂട്ടുകാരനും ഒക്കെ അല്ലേ അതൊക്കെ ഓക്കെ. അത് ഒരു ട്രീറ്റ് തരാന്നുള്ള പേരിൽ ഒരുത്തിന്റെ കാല് ഒടിഞ്ഞെന്നുള്ള വ്യാജേന അത് മുടങ്ങി അല്ലേ? സൗണ്ട് ക്വാളിറ്റി ഉണ്ടല്ലേ? സിനിമ കൊള്ളൂല. ആ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടമാണോ? ഇഷ്ടപ്പെട്ട പടം. അത് കാണിക്കുന്നത് ഒന്നും യോജിക്കില്ല. പടം ഓക്കെയാണ്, കുഴപ്പമൊന്നും. പക്ഷെ ഇന്നിറങ്ങിയ ആൾക്കാർ ചിന്തിക്കുന്ന പടം അത് അന്നുകൊണ്ട് ഇറക്കിയത് പൊട്ടാൻ വേണ്ടിയില്ല. ഇന്നുകൊണ്ട് ഇറക്കിയാലും പലർക്കും ഒന്ന് ചിന്തിക്കണം അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അസ്ഥി കൂടെ കൈ പൊക്കുന്നതാ. ആ സമയം ശരിക്കും കാലം തെറ്റി ഇറങ്ങിയ സിനിമയാണ്. എനിക്കത്ര ശ്രമിച്ചില്ല. പക്ഷെ പാട്ടും കാര്യങ്ങളും മോഹൻലാൽ ചില കഴിച്ചു തുടങ്ങി കേട്ടോ. വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അല്ല എന്നാലും അവൻ അറ്റൻഡ് ചെയ്ത് പിന്നെ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. വീഡിയോ ഇല്ല എനിക്ക് സമയം എഴുതി കഴിച്ചത് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മളിത് സംസമിന്ന് ഇറങ്ങി പോവുകയാണ്. എല്ലാവരും വയറൊക്കെ നിറഞ്ഞു, എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങളങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി നിൽക്കുകയാണ്. വിഷ്ണുണ്ണ, അപ്പൊ എബിയണിന്റെ ചെലവിനെ പറ്റി എന്താണ് അഭിപ്രായം? അതല്ല, ഇനി ഇങ്ങനെ ഒരു ചെലവ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? വിഷ്ണുണ്ണ, ചെലവിന് വേണ്ടി മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ. എടാ അതല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഇനി ഇങ്ങനെ ഒരെണ്ണം ഈ പുള്ളിയുടെ മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് കേട്ടോ. ഈ പുള്ളിയുടെ വായിന്നാണ് ഇങ്ങനത്തെ വർത്താനം വീണത്. പാട്ട് കിടപ്പുണ്ട്. എം ജയചന്ദ്രൻ ഉൾപ്പെടെ അപ്പൊ നമ്മളിത് സംസമിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.